സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് സുദയ്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ ഞെക്കിക്കോ. നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷനും കൂടുതൽ ടെക് റിവ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കിയ സോണറ്റ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് 5 ഗിയർ ട്രാൻസ്മിഷൻ. ഓക്കെ, സോ ഈ വണ്ടിയെക്കുറിച്ച് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഏകദേശം കിയ സോണറ്റിൻ്റെ ഒരു മിഡ് സൈസ് SUV ആണ്. ഏകദേശം നമുക്കൊരു 10+ lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല വേരിയൻ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ നമ്മുടെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിയ സോണറ്റിൻ്റെ HTK+ വേരിയൻ്റ് ആണുള്ളത്. ഹായ് ജിപ്സൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇതാണ് ജിപ്സൺ, അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. സോ ജിപ്സൺ, താങ്കൾ എന്തുകൊണ്ടാണ് ഈ വെഹിക്കിൾ ചൂസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുക? ഉദയ്, താങ്ക്സ് ഫോർ ഗിവിങ് ദിസ് വണ്ടർഫുൾ ചാൻസ്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉദയ് ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ വണ്ടി സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ ഒരു വണ്ടി വാങ്ങണമെന്ന ആഗ്രഹത്തിൽ ഫസ്റ്റ് ഞാൻ ലോക്ക് ചെയ്ത സംഭവം എന്ന് പറയുന്നത് ഒരു SUV ടൈപ്പ് വെഹിക്കിൾ ഉണ്ടാവണമെന്നാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ പല വണ്ടികളും കണ്ടു. ഇപ്പോൾ നെക്സോൺ പോയിട്ട് കണ്ടു, പിന്നെ ഹ്യുണ്ടായിയുടെ വെന്യൂ, അങ്ങനെയുള്ള മിഡ് വേരിയൻ്റുള്ള കുറേ വണ്ടികൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സോണറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു ലുക്കാണ്. കാരണം കുറച്ചൊരു നല്ലൊരു റോഡ് പ്രസൻസ് ഫീൽ ചെയ്തു. പിന്നെ അത് മാത്രമല്ല ഒരു കംഫർട്ടും കൂടി ഇൻസൈഡ് ദ കാർ കുറച്ചും കൂടി സ്പേസ് ഉള്ള പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ സോണറ്റിലോട്ട് സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ ഞാൻ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതേ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് HTK+ മാനുവൽ വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് എടുക്കണമെന്നുണ്ടെങ്കിൽ കാറിന് കുറച്ചും കൂടി പ്രൈസ് കൂടുതലാണ്. എൻ്റെ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരു കാറായിരുന്നു ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് 12.4 ലക്ഷം, അതായത് 12.4 lakh ഓൺ റോഡ് ആയത് ഈ കാറിന്. കുറച്ച് എക്സ്ട്രാ ആക്സസറീസും പിന്നെ അപ്ഗ്രേഡേഷനൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നത്. നോർമലി HTK+ 11.5 അങ്ങനെ എന്തോ ആണ് ഓൺ റോഡ് പ്രൈസ് ബാംഗ്ലൂരിൽ വരുന്നത്. ഇതിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ജിപ്സൺ? താങ്കൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഹൈവേയിലൊക്കെ ഓടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു 16-17 അതാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്. കാരണം ഞാൻ മാക്സിമം കാർ ഓടിക്കുന്ന സമയത്ത് AC ഓൺ ചെയ്തിട്ടാണ് ഓടിക്കുക. ആ ഒരു കംഫർട്ട് ഫാമിലിക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഓടിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഹൈവേയിലൊക്കെ ആണെങ്കിൽ 17 കിലോമീറ്റർ വരെ കിട്ടാറുണ്ട്. സിറ്റി ഡ്രൈവിങ്ങിൽ എസ്പെഷ്യലി ബാംഗ്ലൂർ ട്രാഫിക്കിൽ എനിക്ക് മാക്സിമം ഒരു 10-11 അതാണ് അതിൻ്റെ ഒരു മൈലേജ് കിട്ടുന്നത്. സോണറ്റ് HTK+ അലോയ് വരുന്നുണ്ട്. ഞാൻ അലോയ് അങ്ങനെ കണ്ടിട്ടില്ല. താങ്കൾ കുറച്ച് ആക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ജിപ്സൺ? ഉദയ് ഇപ്പോൾ ചോദിച്ചാണെങ്കിൽ ഈ HTK+ സാധാരണ അലോയ് വീൽ വരാറില്ല. ഞാൻ ഈ കാറിൽ അലോയ് വീൽ ഷോറൂമിൽ തന്നെ ആഡ് ചെയ്തതാണ്. വേറെ എന്തൊക്കെയാണ് ആക്സസറീസിൻ്റെ അകത്ത് നമുക്ക് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ആക്സസറീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് പറഞ്ഞ പോലെ ഈ അലോയ്, അതുകൂടാതെ ഈ ക്രോം ഗ്രില്ലൊക്കെ കാണുന്നുണ്ടോ, ഈ കാണുന്ന ക്രോം ഗ്രില്ലൊക്കെ ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. ഈ ഡോർ ഗാർഡ്, പിന്നെ അതുകൂടാതെ അധികം വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല കാറിൽ. ഇത് രണ്ടെണ്ണമാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനം നമ്മൾ ഹൈ റേഞ്ചിലും അല്ലാതെ നമ്മൾ ഇച്ചിരി റഗ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസിലൊക്കെ ഓടിക്കും എന്തുമാത്രം ഇതിൻ്റെ പെർഫോമൻസ് ഉണ്ട്? അതായത് സിറ്റി ഡ്രൈവിന് മാത്രമായിട്ടുള്ള ഒരു വെഹിക്കിളാണോ, അത് നമ്മൾ ഏതൊരു ടൈപ്പുള്ള ഒരു ജേർണിക്കും പറ്റിയൊരു കോമ്പാക്ട് XUV തന്നെയാണോ ഈ കിയ സോണറ്റ്? ഉദയ്, സോണറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവിടെ ഹിൽ സ്റ്റേഷനൊക്കെ തന്നെയാണ്. അങ്ങനെ എനിക്കൊരു പെർഫോമൻസ് ഇഷ്യൂ ഇതുവരെ ഫേസ് ചെയ്തില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഒരു ന്യൂനത പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പെർഫോമൻസ് ആസ് എ ഡ്രൈവർ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ലാഗ് ചില സമയത്ത് ഇപ്പോൾ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ചെറിയ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. അതൊരു ഡ്രൈവർക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു ലാഗാണ്. ഇപ്പോൾ പാസഞ്ചേഴ്സിന് ആ ഒരു ലാഗ് നമുക്ക് ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യില്ല. ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു ലാഗ് ഉണ്ടാവും. ആ ഒരു ഇഷ്യൂ അല്ലാതെ വേറൊരു ഇഷ്യൂ ഞാൻ ഈ കാറിനെ കുറിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതൊരു 1.2 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ ഒരു ഇതിൽ ഇത് ഓക്കെയാണ്. മാക്സിമം നിങ്ങൾ എത്ര സ്പീഡ് വരെ ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്? ഇതിനെക്കുറിച്ച് സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഇപ്പം ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം 142 കിലോമീറ്റർ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോയത്. പിന്നെ ആ ഒരു അധികം സ്പീഡ് അധികം പോകാറില്ല. കാരണം ഫാമിലി ഉള്ള സമയത്ത് ഒരു 100 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നോർമലി വണ്ടി ഓടിക്കാറ്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാമോ? കാരണം എന്ന് വെച്ചാൽ ഇതേ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് മിഡ് സൈസ് SUVകൾ വരുന്നുണ്ട്.
അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഈ വാഹനം തന്നെ ചൂസ് ചെയ്തു? അപ്പോൾ സേഫ്റ്റി ഒരു കൺസേൺ ആയിരുന്നു? സേഫ്റ്റി ഉറപ്പായിട്ടും ഒരു കൺസേൺ ആയിരുന്നു. ഇപ്പോൾ ഉദയ പറഞ്ഞ പോലെ തന്നെ ഈ നെക്സോണൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്നുണ്ട്. ഞാൻ നെക്സോൺ ആക്ച്വലി പ്രിഫർ ചെയ്തൊരു കാറായിരുന്നു. പക്ഷേ നെക്സോണിൻ്റെ ആ ഒരു ബേസ് മോഡൽ മാത്രമേ നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടും. കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ള കാർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 lakh 16 lakh അപ്പോഴാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ കാറിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഇതിൽ 4 എയർ ബാഗ് വരുന്നുണ്ട്. 2 ഫ്രണ്ട് ബാഗും പിന്നെ 2 സൈഡ് ബാഗുമായിട്ട് 4 എയർ ബാഗാണ് വരുന്നത്. ഗ്ലോബൽ ഇൻക്യാപ് സർട്ടിഫിക്കേഷന് കിയ പോയിട്ടില്ലെങ്കിലും കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇവർ ആക്ച്വലി തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എയർ ബാഗിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് മോണിറ്ററിങ് ഓപ്ഷൻസ് ഉണ്ട് ഡാഷ്ബോർഡിൽ. അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ കാറിൽ വരുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഇത് എടുത്തപ്പോൾ എത്ര ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു? അതായത് മിനിമം നമുക്ക് എത്ര ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും? അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, അതായത് ഫിനാൻസ് അങ്ങനത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ പേര് ഈ വാഹനം എടുക്കണമെന്ന് ആഗ്രഹത്തോടുള്ളവരായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ യൂസറിനോട് പറയാമോ? അപ്പോൾ ഈ വണ്ടി ഞാനിപ്പോൾ ലോണിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എനിക്ക് ഓൺ റോഡിൽ ഇത് വന്നത് 12.4 ലക്ഷം ആണ് ഇതിന് ടോട്ടൽ വന്നത്. അപ്പോൾ കാരണം അപ്ഗ്രേഡ് ഞാനിപ്പോൾ ടയറൊക്കെ ഷോറൂമിൽ നിന്നാണ് അലോയ് ആക്കിയത്. അതൊക്കെ കൂടിയിട്ടാണ് ഈ 12.4 lakh വരുന്നത്. പിന്നെ ഡൗൺ പേയ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോറൂമിൽ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർ മാക്സിമം 90% ലോൺ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 90% ലോൺ എടുത്തില്ല. ഞാൻ 5 lakh ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കിയാണ് ലോൺ ആക്കിയിട്ടുള്ളത്. എനിക്ക് മന്ത്ലി EMI വരുന്നത് ഇപ്പോൾ 14,000 ആണ് മന്ത്ലി EMI വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോറിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. എനിക്ക് വരുന്നത് 8.2% ഇൻട്രസ്റ്റിനാണ് എനിക്ക് ലോൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നല്ല റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ ഡൗൺ പേയ്മെൻറ്റ് ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് 90% വരെ ലോൺ കിട്ടും. 10% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. താങ്കൾ പറയുന്നില്ല മാക്സിമം മിനിമം ഒരു 1.5 ലക്ഷമൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഓൺ റോഡ് ഇറക്കാം. അതെ. ഒരു 1.5 ലക്ഷമൊക്കെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് ഓൺ റോഡിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും നല്ലൊരു മോശം പിടിച്ച വഴി കൂടെ നടന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു യാതൊരു ചെറിയൊരു കുലുക്കങ്ങളോ വലുതായിട്ടൊന്നും അറിയുന്നില്ല. സസ്പെൻഷനൊക്കെ നല്ലൊരു ഇതുള്ളതുപോലെയാണ് തോന്നുന്നത്. അപ്പം ഇതുപോലത്തുള്ള റോഡിൽ കൂടെ ആണോ കൂടുതൽ ട്രാവൽ ചെയ്യാറ് ജെഫ്സൺ? അല്ല, സാധാരണ ഞാൻ ഹൈവേയിലൂടെയാണ് സാധാരണ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുള്ള റോഡ് ഇടയ്ക്ക് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ നല്ല റോഡിൽ തന്നെ നല്ലൊരു, അതായത് ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പെർഫോമൻസ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അന്നേരം എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ഇതുപോലത്തെ നമ്മൾ റോഡിൽ നിന്ന് കുറേ ദൂരമായി നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുന്നത് അടി തട്ട് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു മഡ് റോഡിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഞാനിതൊരു ഫേസ് ചെയ്തിട്ടില്ല. എന്നാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്കുണ്ട്. അതായത് നമ്മൾ ഫുള്ള് നല്ലൊരു ക്ലിയർ വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ XUV 700 കയറിയിരിക്കുന്ന ബോണറ്റ് ഫുൾ കവർ ചെയ്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഇവിടുന്ന് റോഡിൻ്റെ ഫുൾ വിഷ്വൽ കിട്ടുന്നുണ്ട്. അതെ, ശരിയാണ്. അപ്പോൾ ഇത് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ ഈ ഒരു വേരിയൻറ്റിൽ? നമുക്ക് ഇതിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണിത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ആവാൻ സമയമായിരിക്കുകയാണ് ഗായ്സ്. അപ്പം താങ്ക് യു ജിപ്സൺ, താങ്ക് യു ഫോർ യുവർ ടൈം. സോ അത് നമുക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിച്ച് വന്നു നിങ്ങൾക്ക് കാറിൻ്റേതായിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും സംശയങ്ങളും അതിൻ്റെ യൂസർ റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്. ദിസ് ഇസ് ഉദയ്. ബൈ ബൈ.